എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശക്തരാണ്. തിരുവചനം പറയുന്നു, ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകയാലും ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ശക്തരാണ്. പ്രിയപ്പെട്ടവരെ, നാം ശക്തരായിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മിൽ വസിക്കുന്നത് കൊണ്ടാണ്. എന്താണ് ദൈവത്തിൻ്റെ വചനം? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. നമുക്ക് വിരോധമായിരുന്ന കൈയെടുത്ത് മായ്ച്ചു. അതിനെ ക്രൂശിൽ തറച്ചു. നമ്മുടെ ശത്രുവിനെ പരസ്യ കാഴ്ചയാക്കി അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് പകരമായി ക്രൂശിൽ മരിച്ചു. യേശു നമുക്ക് നിത്യജീവനും പാപമോചനവും നൽകുവാൻ തകർക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ക്രൂശിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ ശക്തി. ആ ശക്തിയാണ് ഇന്ന് പകൽ നിങ്ങളിൽ വ്യാപരിക്കുന്നത്. നിങ്ങൾ ശക്തരാണ്. നിങ്ങളുടെ അകത്ത് ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം എന്തിനാണ് ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന വചനമാണ് നിങ്ങളെ ശക്തിപ്പെടുത്തുന്നത്. അതെന്തിനാണെന്നോ, അശക്തരായ ചിലരുടെ ബലഹീനതകളെ ചുമക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങൾ അശക്തരാണ്. അവർക്ക് വേണ്ടതുപോലെ വചനം ഗ്രഹിക്കാൻ കഴിയാതെ പോകുന്നു. അവർക്ക് വേണ്ടതുപോലെ വചനത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു. നിങ്ങളവരെ വചനത്തിൽ ഉറപ്പിക്കണം. നിങ്ങളവർക്ക് സുവിശേഷം പങ്കുവെക്കണം. ക്രൂശിൻ്റെ വചനം ദൈവശക്തിയാണെങ്കിൽ ആ വചനം നിങ്ങളുടെ സഹോദരങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ സമൂഹത്തിനുള്ളതാണ്. ദൈവം നിങ്ങളെ ഇന്ന് പകൽ ശക്തിപ്പെടുത്തുന്നത് അശക്തരായവരുടെ ബലഹീനതകളെ ചുമക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ യേശു സർവശക്തനാണ്. എന്തിനാണ് യേശു ക്രിസ്തു ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? ബലഹീനരായ നമ്മെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മുടെ ബലഹീനതകളെ ചുമക്കാൻ വേണ്ടിയാണ് യേശു വന്നത്. അതേ ശുശ്രൂഷയാണ് ദൈവം നിങ്ങളെയും പരമേൽപ്പിച്ചിരിക്കുന്നത്. ദൈവം ഇന്ന് പകൽ നിങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. നിങ്ങളുടെ അകത്ത് വചനം വസിക്കുകയാണ്. എന്തിനാണ് ഇന്ന് പകൽ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തുന്നത്? ദേശത്തിൻ്റെ നടുവിൽ അശക്തരായവരുടെ ബലഹീനതകളെ ചുമക്കുവാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, വേദനകളെ ചുമന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. നിങ്ങൾ ഓക്കെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. അത് നമ്മുടെ സ്വന്തമല്ല, ദൈവം നമുക്ക് തന്നതാണ്. എന്നാൽ ഇന്ന് പകൽ നാം നമ്മിൽ പ്രസാദിക്കാൻ പാടില്ല. നമ്മൾ ബലപ്പെട്ടിരിക്കുന്നത് അവൻ്റെ കൃപ ഒന്ന് മാത്രമാണ്, വചനത്തിൻ്റെ ശക്തിയാലാണ്. നാം ദൈവത്തിന് ഇന്ന് പകൽ മഹത്വം കൊടുത്തുകൊണ്ട്, ദൈവമേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട്, വീണ്ടും എന്നോട് കൃപയുണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാലം അശക്തരായവരുടെ ബലഹീനതകളെ ചുമക്കണം. അതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം. ദൈവം നിങ്ങളെ ഇന്ന് പകൽ ശക്തിപ്പെടുത്തുകയാണ്. ബലഹീനരെ ചുമക്കുവാൻ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ബലഹീനരെ താങ്ങുവാൻ, ഉൾക്കരുത്തില്ലാത്തവരെ ശക്തിപ്പെടുത്തുവാൻ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. അതൊരു ശുശ്രൂഷയാണ്. ദൈവം അതിനാണ് നിങ്ങളെ ഇന്ന് പകൽ ഈ ഭൂമിയിൽ ആയുസ്സോടെ ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുന്നത്. അശക്തരായ ചിലരുണ്ട്. അവരുടെ ബലഹീനതകളെ ചുമക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ലഭിച്ച കൃപയ്ക്ക് നന്ദി പറയുക, വീണ്ടും കൃപയുണ്ടാകണം ദൈവമേ എന്ന് പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.